ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ ഹൈസ. ബജറ്റിൽ മൂവാറ്റുപുഴയ്ക്ക് നിരാശ മാത്രമെന്ന മുൻ MLA എൽദോ എബ്രഹാം. മൂവാറ്റുപുഴയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലെന്ന് എൽദോ എബ്രഹാം പറഞ്ഞു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. മൂവാറ്റുപുഴയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലെന്ന് മുൻ MLA എൽദോ എബ്രഹാം പറഞ്ഞു. ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന റിംഗ് റോഡുകൾ, നഗരഗതാഗതം സുഗമമാക്കുന്നതിനായി കച്ചേരിത്താഴത്ത് പുഴയ്ക്കു കുറുകെ പാലം, ജനറൽ ആശുപത്രി വികസനം, KSRTC ബസ് സ്റ്റാൻഡിന്റെ പൂർത്തീകരണം, മണ്ഡലത്തിലെ PWD റോഡുകളുടെ വികസനം ഉൾപ്പെടെ യാതൊന്നും വാങ്ങിയെടുക്കാൻ മാത്യു കുഴൽനാടൻ MLAക്ക് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജില്ലയുടെ കാർഷിക മേഖലയുടെ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന മൂവാറ്റുപുഴയിലെ കർഷകർക്ക് ആശ്വാസമേകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനോ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനോ MLA ശ്രമിച്ചില്ല. കഴിഞ്ഞ 2021-22, 22-23, 23-24 സാമ്പത്തിക വർഷങ്ങളിലെ 3 ബജറ്റുകൾ വഴി മൂവാറ്റുപുഴയ്ക്ക് ആകെ ലഭ്യമായത് 16 കോടി രൂപ മാത്രമാണെന്നും എൽദോ എബ്രഹാം പറഞ്ഞു. 2023-24 ബജറ്റിൽ അമ്പലമ്പടി വീട്ടൂർ റോഡിന് 5 കോടി, കടവൂർ LP സ്കൂളിന് 150 ലക്ഷം, മൂവാറ്റുപുഴ വെസ്റ്റേൺ ബൈപ്പാസിന് 30 ലക്ഷം, മണ്ണൂർ വാളകം റോഡിന് 4 കോടി, പോത്താനിക്കാട് ചാത്തമറ്റം റോഡിന് 6 കോടി എന്നീ പദ്ധതികൾക്ക് ടോക്കൺ തുകയായ 100 രൂപ മാത്രമാണ് വകയിരുത്തിയിട്ടുള്ളത്. ഭരണാനുമതി ലഭ്യമാകുന്ന പദ്ധതിക്ക് അനുവദനീയ തുകയുടെ 20% മാറ്റിവെക്കും. മൂവാറ്റുപുഴയ്ക്ക് പദ്ധതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ബജറ്റ് സംഗ്രഹത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നും എൽദോ എബ്രഹാം പറഞ്ഞു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.